since the traditional knowledge of the community has been guiding the community members of develop their own coping mechanism for the different disasters faced. അതായത് പണ്ട് എത്രയോ ഫേസ് ചെയ്ത് പോയ ഡിസാസ്റ്റർ കൊണ്ട്, എത്രയോ അഭിമുഖീകരിച്ച് പോയ ഡിസാസ്റ്റർ കൊണ്ട് അവർക്ക് അനുഭവജ്ഞരാണ്. ഇനി എന്തായിരിക്കും, എങ്ങനെയാണ് ഇത് തരണം ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് അറിവുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ ട്രഡീഷണൽ നോളജ് ഓഫ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റി ക്യാൻ ബി ബെനിഫിഷ്യൽ ടു ദ പീപ്പിൾ. അപ്പം അങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻ, റിക്കാർഡിക്കൽ, അതായത് ട്രഡീഷണലി ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ മീൻസ് റിക്കാർഡിക്കലി രേഖപ്പെടുത്തിയതായ ചില നോളജ് അല്ലേ, ചില ട്രഡീഷണൽ നോളജ് രേഖപ്പെടുത്തണം, എന്നാലും ഇത് വായിച്ച് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ ജനറേഷന് വായിച്ച് മനസ്സിലാക്കി ചില നോളജ് കൊണ്ട് ആൻഡ് കോപ്പിംഗ് ദ സ്ട്രാറ്റജീസ് ഓഫ് ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റി ക്യാൻ ബി ബെനിഫിഷ്യൽ ടു ദ പീപ്പിൾ. ഇൻഡിജിനിയസ് തദ്ദേശീയ എന്ന് നേരത്തെ മിസ് പറഞ്ഞില്ലേ, ഇൻഡിജിനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം തദ്ദേശീയരായ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് കിട്ടി, ഉപകാരങ്ങളാണ് ഉണ്ടായത്. അവർ അനലൈസ് ചെയ്യാൻ പറ്റി പരമ്പരാഗതമായ ആളുകൾ ഫേസ് ചെയ്ത ഓരോ ദുരന്തങ്ങളും അവർ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് ആ റിക്കാർഡിക്കൽ തെളിവിലുണ്ട്. ആ തെളിവ് നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ആ തെളിവ് പിന്നീട് വരുന്നവർക്ക് ടു ദി ഹെൽപ്പ് ടു ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ മിനിമൈസിങ് ദ ലോസ് ഓഫ് ലൈഫ് പ്രോപ്പർട്ടി ആൻഡ് വെൻ എ ഡിസാസ്റ്റർ സ്ട്രൈക്ക്. അതായത് അതുകൊണ്ട് തന്നെ എന്താ, കുറേ മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്യാൻ ഹെൽപ്പ് ഇൻ മിനിമൈസിങ് ദ ലോസ് ഓഫ് ലൈഫ് ഓർ പ്രോപ്പർട്ടി അല്ലേ. പ്രോപ്പർട്ടി മീൻസ് സ്വത്തും ജീവനും കുറേയൊക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ വിജയിക്കുമായിരുന്നു. കുറേ ആളുകൾ മരിക്കില്ലായിരുന്നു. കുറേ സ്വത്തുക്കളൊന്നും പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ ലോസ് ചെയ്യുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തദ്ദേശീയരെ പെട്ടെന്ന് ഒന്നുകൂടി മിസ് റിപ്പീറ്റ് ചെയ്യാം. പരമ്പരാഗതമായ റിക്കാർഡിക്കൽ തെളിവുകളിലൂടെ പണ്ടുള്ളവർ എങ്ങനെയാണ് ഡിസാസ്റ്റർ അതിജീവിച്ചിരുന്നതെന്ന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഇപ്പോൾ വരുന്ന ഓരോ ദുരന്തം, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് എങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് നമ്മൾ എന്താ പറയുക, ദുരന്തത്തിന് നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായേനെ. കൂടാതെ എത്രയോ ലാസ്റ്റ് ഒരു വരി പറയുന്നത്, കൂടാതെ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ദ മിനിമൈസിങ് ദ ലോസ് ഓഫ് ലൈഫ് ഓർ പ്രോപ്പർട്ടി. മിനിമൈസ് ചെയ്യാമായിരുന്നു, കുറയ്ക്കാമായിരുന്നു, ലൈഫും പ്രോപ്പർട്ടിയും നശിച്ചു പോവാതെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഡോപ്റ്റഡ് കോപ്പിയിങ് സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഡ്രോട്ട്സ് അല്ലേ. ഡ്രോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വരൾച്ച. ഡ്രോട്ട്സിനർത്ഥം വരൾച്ച മീൻസ് വേനൽക്കാലമൊക്കെ വരുമ്പോൾ വെള്ളമില്ലാതെ ഡ്രോട്ട്സ്, അതും എന്താണ്, ഒരു ഡിസാസ്റ്ററാണ് വരൾച്ച. ഡ്രോട്ട്സ് ആർ നോട്ട് ഫ്ലഡ്, അത് ഫ്ലഡ് അല്ല. നോട്ട് എർത്ത് കേക്ക് ആൻഡ് നോട്ട് ലാൻഡ് സ്ലൈഡ് ആൻഡ് സുനാമി ലൈക്ക് ഡിസീസസ്, അങ്ങനത്തെ ഒന്നുമല്ല. ഡ്രോട്ട്സ് എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. എന്താണ് വരൾച്ച? പിന്നെ ബട്ട് ദേ ക്രിയേറ്റ് പ്രഷർ ഓഫ് ദ സൊസൈറ്റി ഇൻ ദ നെയിം ഓഫ് manufacture and food strategies, and the reason behind drought is low rainfall and high soil മോയ്സ്ചർ സ്ട്രെസ്. ലോ റെയിൻഫാൾ, ഡ്രോട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോ റെയിൻഫാൾ ആണ് അല്ലേ, മഴ കിട്ടാത്തത്. എങ്ങനെയാണ് മഴ കിട്ടുക? നമ്മൾ മനുഷ്യർ ചെയ്യുന്ന മരമൊക്കെ വെട്ടിയാൽ എങ്ങനെ മഴ കിട്ടും? മരങ്ങൾ ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണം മൂലം നമുക്ക് എന്ത് ചെയ്യാണ് മഴ കിട്ടുക. മരങ്ങൾ കുറേ വേണമെങ്കിൽ മരങ്ങളുണ്ടെങ്കിലേ മഴ പെയ്യും. അഥവാ എപ്പോഴും പെയ്യുന്ന ഒരു മഴയെ പിടിച്ചു നിർത്താൻ എന്ത് വേണം? ഭൂമിയിൽ വരൾച്ച ഇല്ലാതിരിക്കലും ഈ വേരുകളാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നതും ഭൂമിയിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് വാട്ടർ പോകുന്നതും. കിണറിലൊക്കെ എന്തുണ്ടാവും? കിണറിലൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കിണറിലൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ മഴക്കാലത്ത് എന്താവണം? മഴക്കാലത്ത് മരത്തിൻ്റെ വേരുകൾക്കിടയിലൂടെ വെള്ളം ഇറങ്ങിച്ചെന്ന് കിണറിൽ വെള്ളം വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ വരൾച്ച കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണവും മരങ്ങളില്ലാത്തതും എല്ലാം എന്തിന് കാരണമാവുന്നു? വരൾച്ചയ്ക്ക് കാരണമാവുന്നു. ഓക്കെ, ലോ റെയിൻഫാളും മഴ കിട്ടാത്തതും വരൾച്ചയ്ക്ക് കാരണമാണ്. സംടൈംസ് പ്രോട്ടോൾ ഡ്രോട്ട്സ് വിൽ ലീഡ് ടു ഫാമിൻ ആൻഡ് ദി സിറ്റുവേഷൻ ഗെറ്റ്സ് വേഴ്സ് ടു ദി പീപ്പിൾ. ദ റീസൺ അതായത് ഈ സമയത്താണ് ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നു ഫുഡിന് വേണ്ടിയിട്ടില്ലേ. വരൾച്ച വരുമ്പോൾ പിന്നെ മൊത്തത്തിൽ എന്തായി, വെള്ളമില്ലാഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ബേസിക് നീഡ്സൊക്കെ ബുദ്ധിമുട്ടാവുന്ന തരത്തിലാകും.
and it has the avoidable complication, and it is conducts the importance of indigenous measures taken by community of managing situation like drought. നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യർ വരൾച്ച വരാനില്ലാത്ത രീതിയിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കിയിരിക്കണം. ദർ ഇസ് നോട്ട് സം ഇൻഡിജിനിയസ് മെഷേഴ്സ് ദാറ്റ് അഡോപ്റ്റഡ് ദ ഡീലിംഗ് വിത്ത് ഡ്രോട്ട് ഹാവ് ബീൻ ഡിസ്കസ്ഡ് ടു ബിലോ. ദ നൊമാഡിക് മേലിയസ് ഓഫ് ഗുജറാത്ത് കൺസ്ട്രക്ട് വൃദ്ധാസ് അല്ലേ. നമുക്കറിയാം ഡ്രോട്ട്, സം ഓഫ് ദി ഇൻഡിജിനിയസ് മെഷേഴ്സ് ഓഫ് അഡോപ്റ്റഡ് ഫോർ ഡീലിംഗ് ദി ഡ്രോട്ട് have been discussed as below. Resort indigenous measure taken by community for managing the situation and like drought പോലെയുള്ള വരൾച്ച പോലെയുള്ള ഡിസാസ്റ്റർ വരാതിരിക്കാൻ നമ്മൾ സിറ്റുവേഷൻ മാനേജ് ചെയ്യണം. കൂടാതെ സം ഓഫ് ദി തദ്ദേശീയ ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ അവർ തദ്ദേശീയ ചില ആളുകൾ പ്രൊഫസേഴ്സ് എന്താ പറഞ്ഞ മെഷേഴ്സ് അഡോപ്റ്റഡ് ഫോർ ഡീലിംഗ് ഓഫ് ഡ്രോട്ട് ഹാവ് ബീൻ ഡിസ്കസ്ഡ് ഇൻ ബിലോ. താഴെ കൊടുത്ത രീതിയിൽ നമുക്ക് ചില രീതികൾ പിന്തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെയാണ്? ദ നോമാഡിക് Gujarat construct vidas of serve as a means of water harvesting. This also dig swallow the called ജീൽസ് കളക്ട് വാട്ടർ. എന്ത് ചെയ്യുക, ഗുജറാത്തിലൊക്കെ പിന്തുടർന്നതുപോലെ നമുക്ക് ജലസംഭരണ ശേഷിയുള്ള എന്തെങ്കിലും ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മരം വെട്ടി നശിക്കുമ്പോൾ എന്താണ്, വേരിൻ്റെ അടിയിലൂടെ ജലം ഇറങ്ങി കിണറിലേക്കൊന്നും വരുന്നില്ല. അതാണ് ഡ്രോട്ടിന് കാരണം. അപ്പം നമ്മൾ ജലസംഭരണ ശേഷിയുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. മണ്ണിൽ ജലം സംഭരിച്ചു വെക്കാനും മണ്ണ് ഈർപ്പമുള്ള രീതിയിലായിരിക്കാനുമുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഡ്രോട്ട് പോലെയുള്ള കാര്യം. അല്ലാത്തത് നമുക്ക് സൈക്ലോൺസ്, ചുഴലിക്കാറ്റൊക്കെ വരുമ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രോട്ട് പോലെ അല്ല. ഡ്രോട്ടിന് വരൾച്ച, അതായത് മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്തായി പോവാണ്, വരൾച്ചയിലേക്ക് പോവാണ്. നമുക്കറിയാം മരം വെട്ടാതിരുന്നാൽ, ഒരു പക്ഷെ നിറയെ മരങ്ങളുണ്ടെങ്കിൽ ഉള്ള മഴ പെയ്ത വെള്ളം എന്ത് ചെയ്യും, ഈ ഒരു എന്താ പറയുക, വേരുകൾക്കിടയിലൂടെ താഴോട്ട് വരും. നമുക്ക് വേനൽക്കാലത്ത് നമുക്കത് സംഭരണ ഇതായിട്ട് ഒരു ഈർപ്പമുള്ള മണ്ണ് നമുക്ക് ഈർപ്പമുള്ള മണ്ണ് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ കിണറിലൊക്കെ ഒരു നനവുണ്ടാവും. വല്ലാതെ വറ്റി വരണ്ട അത്രയും വരണ്ട കാലാവസ്ഥയാകുമ്പോഴാണ് ചൂട് കാറ്റ് വരുന്നത്. നമുക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിനാണ് നമ്മൾ ജലസംഭരണി നിർമ്മിക്കണം. അത് ഇൻ കേസ് സെയിം ലൈക്ക് ഗുജറാത്തിൽ പോലെയാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. ദെൻ the Rajasthans are unique structure that look like huge concrete source of landscape. They are used to collecting rainwater to meet the needs of local people and animals. Local peoples and animalsന് വേണ്ടിയിട്ട് ഇവിടെ രാജസ്ഥാനിൽ എന്തുണ്ടായിട്ട് വലിയൊരു പോട്ട് സ്ട്രക്ചർ ലുക്ക് ലൈക്ക് എ ഹ്യൂജ് കോൺക്രീറ്റ് സോഴ്സസ്. അത് വലിയ കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു ജലം സംഭരിച്ച് വെക്കാൻ ലാൻഡ്സ്കേപ്പ്, അതായത് ഭൂമി തന്നെ എന്താക്കി മാറ്റി, ലാൻഡ്സ്കേപ്പ് തന്നെ ഒരു ജലസംഭരണ ശേഷിയാക്കി മാറ്റിയിട്ടുണ്ട് രാജസ്ഥാൻ. നമുക്കറിയാം രാജസ്ഥാൻ മരുഭൂമി എന്നാ പറയല്ലേ, അവിടെ വരണ്ട കാലാവസ്ഥ ഓൾറെഡി ഉള്ളതാണെങ്കിലും അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, റെയിൻഫോൾ, മഴ പെയ്യുന്ന വെള്ളം, വാട്ടർ അവരെന്ത് ചെയ്തു, ഗ്രൗണ്ട് ഫ്ലോർ നേരെ ലാൻഡ്സ്കേപ്പ്, അല്ലാതെ കോൺക്രീറ്റ് കൊണ്ട് കെട്ടി നിർമ്മിച്ച, അതായത് വെള്ളം പുറത്തേക്ക് പോവാത്ത രീതിയിൽ കോൺക്രീറ്റ് കൊണ്ട് കെട്ടി നിർമ്മിച്ചൊരു കോൺക്രീറ്റ് സോഴ്സസ്, അങ്ങനത്തെ ഒരു സംഭവമാണ് അവർ ഉണ്ടാക്കി വെച്ചത്. കാരണം ആ മഴ അതിലേക്ക് പെയ്ത, കാരണം അതൊരു പോട്ടല്ല, അതൊരു പാത്രമല്ല, ലാൻഡ്സ്കേപ്പ് തന്നെ ആ രീതിയിലാക്കി മാറ്റി. അതേപോലെ നമുക്കും ഫോളോ ചെയ്യാം എന്നാണ് പറയുന്നത്. 2 എക്സാമ്പിൾ പറഞ്ഞു, ഒന്ന് രാജസ്ഥാൻ, ഒന്ന് ഗുജറാത്ത്. രാജസ്ഥാനിൽ റെയിൻ പിടിച്ച് ജലസംഭരണ ശാല എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു പോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ രാജസ്ഥാൻ. ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാമെന്നാണ് ഈ ഒരു ട്രഡീഷണൽ നോളജിൽ നമ്മളോട് പറയും.